ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുൽഫി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നോമ്പുതുറ സമയത്തും അല്ലാത്ത സമയത്തും പാർട്ടികളിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പിസ്ത ചേർത്ത് കൊടുക്കാം. ഒരു 10-12 മതി. അതുപോലെ തന്നെ കുറച്ച് കശുവണ്ടിയും ചേർത്ത് കൊടുക്കാം. അതും ഒരു 10-12 മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 4 ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി, പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ പിസ്തയ്ക്കും അതുപോലെ ബദാമിനൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാലിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കുൽഫി മിക്സില്ലേ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് തീ കത്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തീ ഓണാക്കിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതിനാണ് ഇത് ഇത്ര കുറുകി വരാനായിട്ടാണ് നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഏലക്കായുടെ എണ്ണയൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കണം. അതുപോലെ തന്നെ മിൽക്ക് പൗഡറും കോൺഫ്ലോറിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കുക കേട്ടോ. എന്നാലേ നമുക്ക് ആ ഒരു തിക്കിൽ കിട്ടുള്ളൂ, എന്നാലേ നല്ല ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്നും കൂടി മിക്സിയിൽ അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറിയപ്പോൾ അതൊന്നുകൂടെ തിക്കായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം. നമ്മൾ ഈ ഒരു തിക്കോട് കൂടിയിട്ടല്ല കേട്ടോ ഇത് കുടിക്കുന്നത്. ഇങ്ങനെ കുടിക്കുമ്പോൾ ടേസ്റ്റ് കാണില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പും കൂടി പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം 3 ടേബിൾ സ്പൂണല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു മധുരം ഇതിന് മതിയാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. അതുപോലെ ഞാൻ കുറച്ചധികം തന്നെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഞാനിവിടെ ഒരു ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ലൂസായിട്ടുള്ളൊരു പരുവത്തിലാണ് ഇതുള്ളത്. ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡ് ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുൽഫി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ മധുരത്തിന് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഇനി ആവശ്യമില്ലെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് തിക്കായിട്ട് കുടിക്കേണ്ട, കുറച്ച് ലൂസായിട്ട് കുടിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം കുറച്ച് പാല് ചേർത്ത് അടിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് തണുത്ത വെള്ളം ചേർത്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഐസ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കണില്ലേ അത് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി ഞാൻ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.